ഹലോ, ഹായ്. ഞാൻ ലിബിൻ. ഞങ്ങളിന്ന് നാട്ടിൽ തന്നെയുള്ള ഒരു അമ്പലത്തിൽ ഉത്സവത്തിന് പോവുകയാണ്. ഇവിടുന്ന് തോനെ ദൂരമൊന്നുമില്ല, ഒരു 4 കിലോമീറ്റർ ദൂരം. കോഴിക്കോട് നിന്ന് വയനാട്ടിലേക്ക് പോകുന്ന റൂട്ടിൽ പടനിലം പറയുന്ന സ്ഥലത്താണ് ഈ അമ്പലം. അപ്പം ബാക്കി വിശേഷങ്ങളെല്ലാം പോകുന്ന വഴിക്ക് പറയാം. ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ പേര് പിലാശ്ശേരി എന്നാണ്. കോഴിക്കോട് കുന്നമംഗലം പഞ്ചായത്തിലാണ് പിലാശ്ശേരി പറയുന്ന സ്ഥലം. നാട്ടുപ്രദേശത്ത് നിന്നുള്ള ഉൾപ്രദേശത്തിലാണ് ഞങ്ങളുടെ വീട്. ഞങ്ങളുടെ വീട്ടിൽ നിന്നും പുറത്ത് ഒരു മെയിൻ റോഡിലേക്കോ ഒരു അങ്ങാടിയിലേക്കോ പോകണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു 1.5 കിലോമീറ്ററെങ്കിലും യാത്ര ചെയ്യണം. നമ്മളിപ്പം ചെന്ന് കയറുന്നത് ഒരു മെയിൻ റോഡിലേക്കാണ്. ഇവിടുന്ന് റൈറ്റ് സൈഡിലേക്ക് പോയാൽ താമരശ്ശേരിയിലേക്കും ലെഫ്റ്റ് സൈഡിലേക്ക് പോയാൽ കോഴിക്കോട്ടേക്കാണ് എത്തുന്നത്. ഇവിടുത്തുകാരുടെ പ്രധാന ടൗൺ എന്ന് പറയുന്നത് കോഴിക്കോട് ടൗണാണ്. കോഴിക്കോട് ടൗൺ കൂടാതെ ഇവിടെ മുക്കം, നരിക്കിനി, താമരശ്ശേരി ഇങ്ങനെയുള്ള ചെറിയ ടൗണുകളിലേക്കും ഇവിടുന്ന് ഒരു 15 കിലോമീറ്ററിന് താഴെ മാത്രമേ ദൂരമുള്ളൂ. എന്നാലും ഒരു വലിയ ഫംഗ്ഷൻ വന്നാൽ, നാട്ടിലൊരു വലിയ ഫംഗ്ഷൻ വന്നാൽ ഒരു ഡ്രസ്സ് എടുക്കാനോ അല്ലെങ്കിൽ ആഭരണങ്ങൾ എടുക്കാനോ അതേപോലെ തന്നെ ഹോൾസെയിലായിട്ട് സാധനങ്ങൾ വാങ്ങാനോ ഇതിനൊക്കെ ടൗണിലേക്ക് തന്നെ പോകണം. പിന്നെ അതിന് പുറമെ ഒരു ബീച്ച് കാണണമെങ്കിൽ, ഒരു റെയിൽവേ സ്റ്റേഷനിൽ പോകണമെങ്കിൽ എല്ലാം കോഴിക്കോട് ടൗൺ തന്നെയാണ് ഇവിടുത്തുകാർക്ക് ശരണം. ഇതാണ് കളരിക്കണ്ടി അങ്ങാടി. അങ്ങാടി എന്നൊക്കെ പറഞ്ഞാൽ അത്ര വലിയ അങ്ങാടിയൊന്നുമല്ല, ഒരു ചെറിയ അങ്ങാടി. 6-7 കടകളും ഒരു മീൻ കച്ചവടവും ഒരു ചായപ്പീടിയൊക്കെ ഉള്ള വളരെ ചെറിയൊരു അങ്ങാടി. എല്ലാ വിശേഷങ്ങളും പറയുന്ന കൂട്ടത്തിൽ നമ്മൾ പോകുന്ന അമ്പലത്തിനെ പറ്റി ഒന്നും പറഞ്ഞില്ലല്ലോ. അയിമ്പളത്ത് പടഗുരുക്കൾ ക്ഷേത്രത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അമ്പലത്തിൻ്റെ പേര് പോലെ തന്നെ കളരി ദൈവങ്ങളാണ് ഇവിടുത്തെ പ്രധാന സങ്കല്പം. അതുകൊണ്ട് തന്നെ എല്ലാ വർഷവും ക്ഷേത്ര ഉത്സവത്തിന് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ള പ്രസിദ്ധരായ നല്ല അഭ്യാസികളായ കളരി സംഘങ്ങൾ ഇവിടെ എത്തിച്ചേരാറുണ്ട്. ഇത്തവണ കടത്തനാടൻ കളരി സംഘമാണ് ഇവിടെ എത്തുന്നത്. ഈ റോഡിൻ്റെ റൈറ്റ് സൈഡ് കാണുന്നത് ഒരു പഴയ സ്കൂളാണ്. ഓടുമേഞ്ഞ പഴയൊരു സ്കൂള്. ഒരു 80കളിലും 90കളിലും വിദ്യാർത്ഥികളായിരുന്ന എല്ലാവരും ഇതുപോലുള്ള സ്കൂളുകളിലായിരിക്കും പഠിച്ചത്. ഇതുപോലുള്ള സ്കൂളുകളിൽ ക്ലാസ്സുകളെ തമ്മിൽ വേർതിരിക്കാൻ അരച്ചുമരുകളുണ്ടാകും. ഒരു ക്ലാസ്സിൽ നിന്നും മറ്റൊരു ക്ലാസ്സിലേക്ക് ആ അരച്ചുമര് ചാടിക്കടന്ന ഒരു ബാല്യം അന്നത്തെ എല്ലാ വിദ്യാർത്ഥികൾക്കും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ റോഡ് നേരെ ചെന്ന് കയറുന്നത് കോഴിക്കോട് വയനാട് റൂട്ടിലേക്കാണ്. നമുക്ക് അവിടേക്കൊന്നും എത്തേണ്ട ആവശ്യമില്ല. നമ്മൾ അതിനു മുമ്പ് തന്നെ അമ്പലത്തിൻ്റെ റോഡിലേക്ക് റൈറ്റ് സൈഡ് തിരിഞ്ഞു പോകുന്നതാണ്. ഇവിടെ മെയിൻ റോഡ് സൈഡിൽ അമ്പലത്തിൻ്റെ വലിയൊരു ബോർഡ് കാണാം. ഈ ബോർഡ് വെച്ചിടത്തിൽ നിന്ന് കുറച്ചുകൂടി മുമ്പോട്ട് പോകണം അമ്പലത്തിലെത്താൻ. അമ്പലത്തിലേക്കുള്ള റോഡ് അത്ര നല്ല റോഡല്ല. ഒരുപാട് കുണ്ടും കുഴികളും നിറഞ്ഞ ഒരു ഇടുങ്ങിയ വീതി കുറഞ്ഞ റോഡാണ്. എന്തായാലും കുണ്ടും കുഴികളും ഒക്കെ ചാടി കടന്ന് നമ്മൾ ഒരു വിധം അമ്പലത്തിലെത്തി. ഇതാണ് ഞാൻ പറഞ്ഞ അമ്പലം. അത്ര വലിയൊരു അമ്പലമൊന്നുമല്ല, വളരെ ചെറിയൊരമ്പലം. ഈ അമ്പലത്തിൻ്റെ മുൻവശത്തായി ഒരു പഴയ തറവാട് വീട് കാണും. ഈ തറവാട് വീടിൻ്റെ മുറ്റത്ത് വെച്ചാണ് തിറയും കളരിപ്പയറ്റും നടത്താറ്. പിന്നെ എൻ്റെ മകൻ ദേവൂട്ടന് ഫോട്ടോ എടുക്കുന്നതും വീഡിയോ എടുക്കുന്നതൊന്നും അത്ര താല്പര്യമില്ല. അത് അയാളെ മുഖം കണ്ടാൽ തന്നെ നിങ്ങൾ മനസ്സിലാവും. ഞങ്ങളിരിക്കുന്നതിൻ്റെ തൊട്ട് പുറകിലായി രാത്രി ഭക്ഷണത്തിനുള്ള ഒരുക്കങ്ങൾ നടക്കുന്നുണ്ട്. കുറച്ചു കാലം മുമ്പ് വരെ അമ്പലങ്ങളിൽ നിന്നും ഭക്ഷണം കൊടുക്കുന്ന പതിവൊന്നുമില്ലല്ലോ. അന്നൊക്കെ ഓരോരുത്തരും അവരുടെ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ച് വരാറാണ് പതിവ്. ഇന്നിപ്പോൾ എല്ലാ അമ്പലങ്ങളിലും ഉത്സവം കാണാനെത്തുന്ന ഭക്തർക്ക് ഭക്ഷണം കൊടുത്തു വരുന്നുണ്ട്.
അങ്ങനെ തിറയും കളരിപ്പയറ്റും കണ്ട് അമ്പലത്തിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു. പിന്നെ ഞാൻ ആദ്യമായാണ് ഇങ്ങനെ ലോങ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാ പോരായ്മകളും വീഡിയോയിൽ കാണും. എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ എഴുതി അറിയിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. ബായ്.